ശ്രീ എ സമ്പത്ത്, ഇപ്പോൾ ഈ മിനിസ്ട്രിയെ സംബന്ധിച്ച് പറയുന്നു, ഇപ്പോൾ മന്ത്രിയുടെ സഹോദരനായിട്ടുള്ള ആൾക്കാർ നടത്തിയ ചില അഴിമതികളെ സംബന്ധിച്ച് അതേ സംബന്ധിച്ചാണ് ഇവിടെ ഒരു വിഷയമായി എത്തുന്നത്. അത് മറ്റൊരു വിഷയമാണ്, അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ വാക്കും ആദ്യ വാക്കും തന്ത്രിയാണ്. കാരണം ഈ ഡയറ്റിയുടെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന തന്ത്രിയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സ്പെഷ്യൽ ഓഫീസറുടെ രീതിയിലാണ് നീങ്ങുന്നത്. ഈ അവിടുത്തെ നയപരമായ ഏതെങ്കിലും ഒരു വലിയ വിഷയത്തിനപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും മിനിസ്ട്രിയുടെ മുമ്പിലേക്ക് വരുന്ന രീതി ഉണ്ടോ? ഈ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലല്ലേ? ഇവിടെ ഇപ്പോൾ താങ്കൾ ഈ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ സ്വാഭാവികമായി നമ്മുടെ പലരുടെയും വീടുകളിൽ രാവിലെ കിട്ടുന്നതായ പത്രത്തിൽ എഴുതി വച്ചിട്ടുള്ള ആ ഹെഡിങ്ങും അതിൽ പറയുന്ന കാര്യങ്ങൾ അതുപടി വിഴുങ്ങുന്നവരാണ് എന്ന് ചിലപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാം. പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ല. ഇക്കാര്യത്തെ സംബന്ധിച്ച് അപ്പോൾ കിട്ടിയത് പിന്നീട് ഇതിനെ സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവർ പല രീതിയിൽ അറിയുന്നതിന് ശ്രമിക്കുകയുണ്ടാവും. ഇക്കാര്യത്തെ സംബന്ധിച്ച് അന്ന് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, സത്യം കുളിച്ച് വൃത്തിയായി ശുചിത്വത്തോടുകൂടി അതിൻ്റെ പാതകം അണിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ നുണ ലോകത്തൊരു 3-4 തവണ ചുറ്റി അവിടെ എല്ലാം തന്നെ അതിൻ്റെ പിണ്ടമിട്ട് അതിൽ നിന്ന് ഈ നുണയുടെ കുരുക്കളെല്ലാം വളർന്നിട്ടുണ്ടാവും എന്നുള്ളത് ഈ സത്യാനന്തര കാലത്ത് സംഭവിക്കുന്നൊരു കാര്യം. ഇവിടെ ഈ ഞാനിപ്പോൾ പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ് മാനുവലും കോഡ് ഓഫ് കോണ്ടക്റ്റും ഒക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളിൽ അത് ഈ മന്ത്രിമാരുടെ ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള, പ്രത്യേകിച്ചും IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, അവരുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം അങ്ങനെ തുറന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളുണ്ട്. ആ 5 ദേവസ്വം ബോർഡുകളും സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. അതിൻ്റെ ചെയർമാനെ അല്ലെങ്കിൽ പ്രസിഡൻറ്റിനെ അതിൻ്റെ അംഗങ്ങളെ നിയമിക്കുന്നത് എന്നുള്ളത് അത് നമ്മുടെ ഈ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളിനെ നിയമിക്കുന്നത് സംബന്ധിച്ച് വരുമ്പോൾ നമ്മുടെ നിയമസഭയിലെ ഹിന്ദു MLA-മാരിൽ നിന്ന് വോട്ടെടുപ്പുണ്ടായാൽ ഭൂരിപക്ഷ പ്രകാരം എന്നുള്ള നിലയിലേക്കാണ്. അത് മാറ്റുന്നതിന് വേണ്ടി പോലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്തൊരു ശ്രമം നടക്കുകയുണ്ടായി. പിന്നീട് അത് മാറ്റേണ്ടതായി വന്നു. അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ദൈനംദിന ഭരണകാര്യങ്ങളിലൊന്നും ഒരു മന്ത്രിയുടെ ഓഫീസിനും ഇടപെടാൻ അധികാരമില്ല, ഇടപെടുകയുമില്ല. എന്നാൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ഏതെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടോ നമ്മുടെ നാടിന് നിരക്കാത്തതായോ പൊതുസമൂഹത്തിന് നിരക്കാത്തതായോ അത്തരത്തിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ, ഞാനതേ പറയുന്നുള്ളൂ. പ്രത്യേകിച്ചും ഒരു ന്യൂ ഇയറിൻ്റെ തലേന്ന് നമ്മൾ വന്നിരുന്നിട്ട് ഇത്തരത്തിലുള്ളൊരു ചർച്ച നടക്കുമ്പോൾ അതൊരു വിഴുപ്പലക്കലായി വരേണ്ട. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മളെല്ലാവരും പറയാൻ ആഗ്രഹിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ചില മുൻ മന്ത്രിമാരുടെ അല്ലെങ്കിൽ ചില ഈ കോൺഗ്രസിൻ്റെ ചില MLA-മാരുടെ പേരൊന്നും ഞാൻ പറയുന്നതേയില്ല. ആ പേരുകൾ അങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ. ആ പേരുകൾ ഇതിലേക്ക് വലിച്ചഴച്ച് ഈ ഒരു 2026 ആ ഒരു പുതുവർഷ പുലരിക്ക് മുമ്പായി അതിലൊരു നമ്മളൊരു ഒരു 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 അതിലൊരു ഒരു എന്താ ഒരു ഒരു ഷെയ്ഡ് അതിൽ വരുത്തണ്ട. അതിൻ്റെ ഭംഗി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് മന്ത്രിയുടെ ഓഫീസിൻ്റെ ശ്രദ്ധയിൽ വന്നാൽ എന്ന് വെച്ചാൽ എന്താണ്, മന്ത്രിയുടെ ശ്രദ്ധയിൽ വന്നാൽ അങ്ങനെയാണല്ലോ. അങ്ങനെ വന്നാൽ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണമോ ഇത് സംബന്ധിച്ചുള്ള തെര്യപ്പെടുത്തലിനോ ബന്ധപ്പെട്ടതായ ആ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദപ്പെട്ട, ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കമ്മീഷനുണ്ട്, സെക്രട്ടറി ഉണ്ട്. അങ്ങനെയാണ് ആ കത്തിടപാടുകൾ പോവുക എന്നുള്ളത്. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കും. ഇപ്പം ഞാനിത് പറയുന്നതിൻ്റെ കാരണം, ശബരിമല ഈ നമ്മൾ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ വരുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ, അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ, കുടിവെള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഈ വാഹന സൗകര്യം, അങ്ങോട്ടേക്ക് പോകാനും വരാനും അവർക്ക് അത്തരത്തിൽ വിശ്രമിക്കാനുള്ള അവരുടെ ഫസ്റ്റ് എയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ചുള്ള അവിടെ ചിലപ്പോൾ പോകേണ്ടതായി വരും. മന്ത്രി മാത്രമല്ല, മന്ത്രിയുടെ ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥർ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പോകൽ മാത്രമല്ല, അവിടെ നിന്ന് ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇതിൽ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകും. ഇവിടെ ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. എന്തുകൊണ്ടെന്നറിയാം, ഞാനിപ്പോൾ പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞതിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെ ശ്രീ ജയചന്ദ്രൻ്റെ റിപ്പോർട്ട് ഒന്നിലേറെ തവണ വന്നപ്പോൾ അന്ന് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതായ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്തിടപെടൽ നടത്തി, എന്ത് അന്വേഷണം നടത്തി, ക്ലാരിഫിക്കേഷൻ, റെക്ടിഫിക്കേഷൻ, കറക്ഷൻ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇത്തരം കാര്യം നടത്തിയില്ല എങ്കിൽ അത് ബോധപൂർവമായാലും അബോധപൂർവമായാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കലും അതും കുറ്റകരമാണ്. ഇവിടെ ഇന്നിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻറ്റോ അല്ല അംഗങ്ങളോ അത്തരത്തിൽ അവർ പ്രതികളാക്കപ്പെട്ടാൽ, അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ
ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം, സംശയമില്ല. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിയമാനുസരണവും ചട്ടപ്രകാരവും ചെയ്യാതിരിക്കുന്നതും കുറ്റകൃത്യത്തിൻ്റെ പരിധിയിൽ വരും. അവിടെയാണ് കാര്യം. ഇല്ലാതെ ഈ പറയുന്നതായിട്ടുള്ളൊരു ക്രൈം കമ്മിറ്റ് ചെയ്യണമെന്നില്ല, ഒരു ഒഫൻസിൽ പങ്കാളിയാവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ ഒരാളിനെ, ഈ ചിത്രത്തിൽ കാണുന്നതായിട്ടുള്ള ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ, ഇയാൾ CPIM ആണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എവിടെ നിന്നാ തുടക്കം? ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയതായ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ചില ആളുകളുണ്ട്. ഇനി പ്രൊഫസർ റോണി കെ ബേബി എന്നോട് കൂട്ടി ഈ കാര്യത്തിൽ എന്നോട് മനസ്സുകൊണ്ട് യോജിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇക്കാര്യത്തിൽ കൂടുതൽ ഫർദർ ക്ലാരിഫിക്കേഷൻസിന് വേണ്ടി മാഡം ശ്രീമതി സോണിയാഗാന്ധിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കണം എന്ന് വന്നാൽ അദ്ദേഹം എതിർക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആണോ റോണി കെ ബേബി? ഒരു നിർണായക ചോദ്യമാണ് റോണി കെ ബേബി. Because the SIT has every right to do, it has every power to do. അങ്ങനെ ഒരു കാര്യം ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്തരത്തിൽ ലീഡിങ് ടു ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ് എന്ന് വന്നാൽ അത് SIT ചെയ്തില്ല എങ്കിൽ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ അത് നഖശികാന്തം വിമർശിക്കപ്പെടുക മാത്രമല്ല വിധിന്യായത്തിലടക്കം എഴുതപ്പെടും. ശരി.